പാർവതി, നീ എന്തൊക്കെ പറഞ്ഞാലും ദേവിക മോക്ക് അവൾക്ക് അവളുടേതായ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഞാൻ കൊടുക്കുകയും ചെയ്യും. അതിൻ്റെ പേരിലേ നീ ഇവിടെ കിടന്ന അമ്മായിമ്മ വൈബ് കളിക്കാൻ നിൽക്കണ്ട. നീയും നിന്റെ അമ്മായിയമ്മയും കൂടെ പുതിയതായിട്ട് വല്ല ഗൂഢാലോചനയും പ്ലാൻ ചെയ്യും. വേണമെങ്കിലേ ആ ശരത്ത് മോനെയും കൂടെ കൂട്ടിക്കും. എനിക്കിനി ചിന്തിക്കേണ്ടതേ ദേവികമ്മയുടെ ഭാവിയെക്കുറിച്ച്. അപ്പോ നിനക്ക് നിത്യക്കൊച്ചിന് ഓർമ്മ തിരിച്ചു കിട്ടണമെന്നൊന്നും ഇല്ലേ? അതിനെ ഒന്ന് അമേരിക്ക കൊണ്ടുപോകണ്ടേ? അമേരിക്കയിലേക്കല്ല, ഉഗാണ്ടയിലേക്ക് കൊണ്ടുപോകാൻ പോണേ. എൻ്റെ അമ്മയുടെ കാര്യം നോക്കും. വയസ്സുകാലത്ത് അമേരിക്കൻ മോഹമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. വേണമെങ്കിൽ ഞാൻ അമ്മയ്ക്ക് 1 കിലോ അമേരിക്കൻ മാവ് മേടിച്ചോണ്ട് വരാം. അത് വെച്ചേ നല്ല ദോശ ഉണ്ടാക്കി കഴിക്കേ. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ അവള് അമ്മായിമ്മ വൈബുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. എടി പാർവതി, ദേവിക ഇനിയും നിന്റെ മോളെ പഴയതുപോലെ തളർത്തിക്കിടത്താൻ നോക്കും. അല്ല, നോക്കിയും കണ്ട് നിന്നാ നിനക്ക് കൊള്ളാം. എന്തുകൊണ്ടാ മനോഹരൻ നിത്യയ്ക്ക് ഓർമ്മ കിട്ടുന്നതിനെ പറ്റി ചിന്തിക്കാത്തത്? അതെ, ഒരുപാട് കാശ് ചെലവുള്ള കാര്യമാ. ഇനി കൊണ്ടുപോയാൽ തന്നെ ഓർമ്മ കിട്ടാനൊന്നും പോകുന്നില്ലെന്ന് മരുമകള് മനോഹരനെ പറഞ്ഞ് ധരിപ്പിച്ചു കാണും. മക്കുണനെ അത് വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങിയും കാണും. അമ്മേ, നീ ഇങ്ങനെ അമ്മയെ കുമ്മേന്നൊന്നും വിളിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. എന്റെ ഡി, ഇനി എങ്ങാനും കൊച്ചിന് ഓർമ്മ തിരിച്ചു കിട്ടിയ ആരെ അകത്താകുന്നത്? നിന്റെ മരുമോളും വക്കീലും. എല്ലാം എനിക്ക് മനസ്സിലായി അമ്മേ. എനിക്കറിയാം എന്ത് വേണമെന്ന്. നീ ഇങ്ങോട്ട് വന്നേ, കുടിക്കാൻ എനിക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്തതാ. മോൾ ഇവിടെ ഇരിക്കേ, മുത്തശ്ശി ഇപ്പൊ വരാട്ടോ.